ഇവിടെ ഇപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പലർക്കും അറിയാത്ത വയ്യാത്തൊരു കാര്യം, VSC എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് നമ്മുടെ സ്ഥാപനം പോലും വളരെ അതീവ രഹസ്യമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള സ്ഥാപനമാണ്. അവിടെ മുഴുവൻ കാവൽ നിൽക്കുന്നത് CISF ആണ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. നിങ്ങൾക്ക് അതിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കൃത്യമായ അനുവാദം കിട്ടിയിരിക്കണം. രേഖാമൂലമുള്ള അനുവാദമില്ലാതെ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. ഇത് ഞാൻ അനുഭവിച്ചതാണ്. ദൂരദർശന് വേണ്ടി ഒരു ഷൂട്ടിന് പോയപ്പോൾ നമ്മുടെ ഈ രേഖാമൂലം, ദൂരദർശൻ എന്നുള്ള ഐഡൻറ്റിറ്റി കാർഡൊന്നും പോരാ. അവിടെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്, അതിൻ്റെ ഐഡൻറ്റിറ്റി കാർഡൊന്നും പോരാ. അവരുടെ തന്നെ പെർമിഷൻ, VSSC ഡയറക്ടറുടെ പെർമിഷൻ കത്ത് വേണം. ആ കത്തും കൊണ്ട് ചെന്നാലേ കഴിയൂ. എന്നാൽ കഴിഞ്ഞാലും ഇവർ ചെന്നാൽ അവിടെ ചോദിച്ച് ഇവിടെ ചോദിച്ച് ഒക്കെ. സാധാരണഗതി ഈ ദൂരദർശനം അല്ലെങ്കിൽ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കയറി പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, പറഞ്ഞാൽ മതി. ചിലർ നോക്കും. ആ നോട്ടവും അല്ല, അവിടെ ഒരു പരിശോധനയും കൂടെ നടക്കും. എല്ലാം ചെക്ക് ചെയ്ത ശേഷമേ വിടൂ. നമ്മളെ മുഴുവൻ പരിശോധിക്കും. ഈ ഭീകരാക്രമണങ്ങളൊക്കെ പ്രബലമാവുന്നതിന് മുമ്പായത് നമ്മളെ മുഴുവൻ അടിമുടി പരിശോധിച്ച ശേഷമേ അങ്ങോട്ട് വിടൂ. അവിടുന്ന് നമ്മൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ, അതീവ രഹസ്യമായ കാര്യങ്ങളുടെ ഒരു ക്യാസറ്റ് എനിക്ക് തന്നു. അന്നത്തെ കാലത്ത് ഈ ക്യാസറ്റാണല്ലോ പ്ലേ ചെയ്യുന്നത്. നമ്മളെ ഇന്നത്തെ പോലെ കാറ്റ്സ് ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള സംവിധാനം ഒന്നില്ല. മനസ്സിലായില്ലേ? ആ സംവിധാനമില്ലാത്തതുകൊണ്ട് അവിടുന്ന് 2 ക്യാസറ്റുകൾ എനിക്ക് തന്നു. നമുക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുത്തുകൊള്ളാൻ അനുവാദം തന്നുകൊണ്ടുള്ള കത്തും തന്നു. ആ കത്തിന് തന്നെ 3 കോപ്പിയുള്ളൂ. 3 രസീതാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. 3 സ്ഥലങ്ങളിൽ അത് കാണിച്ച ശേഷമേ ഇവിടുന്ന് ഇറങ്ങിപ്പോരാൻ പറ്റൂ. എന്തൊരു ബുദ്ധിമുട്ടാണത്. ഇന്നത്തെ രീതിയിൽ ഇത്രയും ക്ഷമയോടെ ആരെങ്കിലും സാധനം എടുക്കാൻ വേണ്ടി വരുമോ? പക്ഷേ VSSC ആയതുകൊണ്ട് വേറെ എങ്ങും കിട്ടാനില്ലാത്തതുകൊണ്ടും അങ്ങനെ അതീവ സുരക്ഷയിലാണ് നമ്മൾ പുറത്തേക്ക് പോരുന്നത്. അന്ന് ഇത്രയൊന്നും ആയിട്ടില്ല. VSSC ഇത്രയും പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല അന്നത്തെ കാലത്ത് പോലും. എന്നിട്ട് പറഞ്ഞു, VSSC ഡയറക്ടർ എന്നോട് പറഞ്ഞ ശശികുമാറാണ്, ഡോക്ടർ ശശികുമാർ, ശാസ്ത്രജ്ഞൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ക്യാസറ്റ് തിരിച്ചിവിടെ തന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വന്നു വരെ അവരന്വേഷിക്കും, അവിടെ വലിയ പ്രശ്നമാവും, വലിയ അന്വേഷണം നടക്കും. ആ റിസ്കിലാണ് നമ്മളിത് എടുത്തുകൊണ്ട് പോകുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞ വാക്കുകളാണ്. ഇതെങ്ങാനും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യില്ല. മനസ്സിലാക്കണം. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത് അതീവമായിട്ടുള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്.